This call is now being recorded. Okay. So today we are going to start the fifth module, and the fifth module wait a minute. In between sound low screen issues in okay. Okay, so these are the contents of fifth module, and it includes internet control protocols, internet multicasting, IGMP, exterior routing protocol, BGP, IPv6 and ICMP-v6. And this internet control protocol includes ICMP, Internet Control Message Protocol, ARP, Address Resolution Protocol, RARP, Reverse Address Resolution Protocol, BOOTP, then Internet Multicasting, IGMP means Internet Group Monitoring Protocol, then Exterior Routing Protocol, BGP, Border Gateway Protocol, IPv6, Internet Protocol version 6, and ICMP version 6, which means the extended version of this ICMP, Internet Control Message Protocol. These are the main contents of this fifth module. Okay. Then first of all, ICMP. ഈ ഒരു മൊഡ്യൂൾ മെയിൻ ആയിട്ടും കവർ ചെയ്യുന്നത് എന്തൊക്കെയാണ് ഈ ഒരു പ്രോട്ടോകോൾസ്, ഈ പ്രോട്ടോകോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഈ പ്രോട്ടോകോൾസിന്റെ ഹെഡർ ഫോർമാറ്റ് അല്ലെങ്കിൽ അതിന്റെ പാക്കറ്റ് ഫോർമാറ്റ് എങ്ങനെയാണ്, ഇതാണ് ഈ മൊഡ്യൂളിലെ മെയിൻ കമ്പോണന്റ്. ഇതൊക്കെ നെറ്റ്വർക്ക് ലെയറിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ്. നെറ്റ്വർക്ക് ലെയറിൽ യൂസ് ചെയ്യുന്ന ഈ പ്രോട്ടോകോൾസിന്റെ ഹെഡർ ഫോർമാറ്റ് എന്താണ് ആ പ്രോട്ടോകോളിന്റെ പർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിന്റെ കണ്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഓരോ പ്രോട്ടോകോളും അതിന്റെ യൂസും അതിന്റെ ഹെഡർ ഫോർമാറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ മെസ്സേജിന്റെയും ഹെഡർ ഫോർമാറ്റ് ഓർമ്മിച്ച് വെക്കുക, അത് എക്സാമിന് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ICMP, Internet Control Message Protocol. Okay, we know that in IPv4 or IP provides unreliable and connectionless datagram delivery. Okay, complete നോക്കുക, unreliable connectionless datagram delivery. Actually what is datagram? Datagram എന്ന് പറയുന്നത് തന്നെ connectionless ആയിട്ടുള്ള സർവീസ് ആണ്. And connectionless ആയിട്ടുള്ള സർവീസുകൾ most of the cases unreliable ആയിരിക്കും. Unreliable means it will give a maximum effort to deliver the packet, but we cannot guarantee the delivery. Complete guarantee നമുക്ക് കൊടുക്കാൻ പറ്റില്ല. Okay, that kind of packet delivery are called datagram delivery because അത് ഡൈനാമിക് ആയിട്ട് ഒരു ഓൾറെഡി റിസോഴ്സസിന് അലോക്കേറ്റ് ചെയ്തിട്ടൊന്നുമല്ല പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് IP provides unreliable and connectionless datagram delivery. ഓക്കെ, സോ അങ്ങനെയുള്ള കണക്ഷൻലെസ് ഡാറ്റാഗ്രാം ഡെലിവറി ആകുമ്പോൾ ഉണ്ടാവുന്ന ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടും. എന്തുകൊണ്ടാണ്? ഡൈനാമിക് ആയിട്ട് റൂട്ട് ചെയ്യുമ്പോൾ പല റൂട്ട് വഴിയായിരിക്കും പോകുന്നുണ്ടാവുക. ആൻഡ് പ്രോപ്പർ ആയിട്ടുള്ള റിസർവേഷൻസ് ഒന്നും അവിടെ ഉണ്ടായിരിക്കണം എന്നില്ല. പല പാക്കറ്റ് ലോസ് ആയി പോവാം, ഔട്ട് ഓഫ് ഓർഡർ ആയിട്ട് റീച്ച് ചെയ്യാം, അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടാവും. സോ ദിസ് അൺറിലയബിൾ കണക്ഷൻലെസ് ഡാറ്റാഗ്രാം ഡെലിവറി ഹാസ് സം ഡ്രോബാക്സ് ലൈക്ക് lack of error control mechanism and lack of assistant mechanism. Okay, so error ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ ഒരു അസിസ്റ്റന്റ് മെക്കാനിസം ഇല്ല. അസിസ്റ്റന്റ് മെക്കാനിസം മീൻസ് വെർച്വൽ സർക്യൂട്ട് ആണെങ്കിൽ ഓൾറെഡി ഒരു കണക്ഷൻ സെറ്റപ്പ് ചെയ്തിട്ട് അതുവഴി റിസോഴ്സിനൊക്കെ റിസർവ് ചെയ്തിട്ടായിരിക്കും ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. സോ വി ഹാവ് അസിസ്റ്റൻസ്, നമുക്ക് അസിസ്റ്റൻസ് സപ്പോർട്ട് അവിടെ കിട്ടും. എല്ലാ ഡാറ്റയും ഒരു കോമൺ വഴി പോവും, ആ പോകുന്ന വഴിയിലുള്ള എല്ലാ റിസോഴ്സും ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, okay, fine. So in datagram delivery connectionless ആയതുകൊണ്ട് തന്നെ എറർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്, അസിസ്റ്റന്റ് മെക്കാനിസം കുറവായിരിക്കും. അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് ICMP, ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ. ആക്ച്വലി നോട്ട് എ സൊല്യൂഷൻ. ഇങ്ങനെയുള്ള എറേഴ്സിനെ
അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാക്കറ്റ്സിനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ഇറർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യുവാനും അതിനെ റിപ്പോർട്ട് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന മെസ്സേജാണ് ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ. വൺസ് അഗെയിൻ, IP എന്ന് പറയുന്നത് അൺറിലയബിൾ ആയിട്ടുള്ള കണക്ഷൻലെസ് ഡാറ്റാഗ്രാം സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ടുള്ള ഡ്രോബാക്സ് ആണ് ലാക്ക് ഓഫ് ഇറർ കൺട്രോൾ മെക്കാനിസവും ലാക്ക് ഓഫ് അസിസ്റ്റന്റ് മെക്കാനിസവും. സോ ഇങ്ങനെയുള്ള ഇറേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുവാനും അതിനൊരു സൊല്യൂഷൻ കൊടുക്കുവാനും വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ, നെറ്റ്വർക്ക് ലെയറിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ICMP, ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ. ഓക്കെ, സോ ഇറ്റ്സ് എ നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോകോൾ. And as I said, the operation of internet is closely monitored by the routers. ഇന്റർനെറ്റിൽ എന്തൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ മെസ്സേജസ് പോകുന്നു, ആ മെസ്സേജിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നൊക്കെ ക്ലോസ്ലി റൂട്ടേഴ്സ് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവന്റ് ഓർ അൺഎക്സ്പെക്റ്റഡ് ഇറർ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് ICMP, ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ. Okay. So next, ICMP messages. What are the different types of ICMP messages? These ICMP messages are mainly categorized into two, that is error reporting message and query message. ഒന്നാമത്തത് പേരിൽ തന്നെ ഉണ്ട്, ഇറർ റിപ്പോർട്ടിംഗ് മെസ്സേജ്. എന്താണ്? ഏതെങ്കിലും ഒരു ഇറർ സംഭവിക്കുകയാണെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെസ്സേജാണ് ഇറർ റിപ്പോർട്ടിംഗ് മെസ്സേജ്. ഓക്കെ, what do you mean by query message? എന്താ query കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക? query message റിപ്ലൈ ആവും. നിങ്ങൾക്ക് വോയിസ് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഐ മീൻ ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, മഴ നല്ല രീതിയിലുണ്ടതാണ് ചോദിച്ചത്. ഓക്കെ, സോ ICMP message, error reporting and query message. Error reporting message is used to report errors that happens in network. Okay, query message എന്ന് പറഞ്ഞാൽ, query means എന്താ? നമ്മളൊരു എൻക്വയറി. ഓക്കെ, സോ ചില റൂട്ടറിന് ചില എൻക്വയറി മെസ്സേജസ് ബാക്കിയുള്ള റൂട്ടേഴ്സിന് കൊടുക്കേണ്ടി വരും. എത്ര ദൂരത്തോട്ടുണ്ട്, അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിന്റെ സ്റ്റാറ്റസ് എന്താണെന്നൊക്കെ ചോദിച്ചുള്ള query മെസ്സേജസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെസ്സേജസിനെയാണ് query മെസ്സേജ് എന്ന് പറയുക. ഓക്കെ, ഇറ്റ്സ് ഫോർ എൻക്വയറി പർപ്പസ് മെയിൻലി, ഫോർ ഡാറ്റ ഇൻസ്റ്റെഡ് ഓഫ് ഡാറ്റ സം കൺട്രോൾ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് query മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ICMP മെസ്സേജസ് ആർ മെയിൻലി classified into error reporting and query messages. Okay, so let's see what are the error reporting messages and what are the query messages. എങ്ങനെയാണ് നമുക്ക് ഇറർ റിപ്പോർട്ടിംഗ് മെസ്സേജ് ആണോ query മെസ്സേജ് ആണോ എന്ന് അറിയുന്നത്? ഓക്കെ, അതിനു വേണ്ടിയിട്ട് ICMP മെസ്സേജിന്റെ ഹെഡറിൻ്റെ അകത്ത് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് എന്താണ് അതിന്റെ ഹെഡർ ഫോർമാറ്റ് എന്ന് പഠിക്കാം. അതിന് മുന്നേ ആ ഹെഡറിൻ്റെ അകത്ത് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ടാവും. ആ ടൈപ്പിന്റെ അകത്തുള്ള വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ടൈപ്പ് ഇറർ മെസ്സേജ് ആണ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് query മെസ്സേജ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, സോ the ICMP message has two categories: error reporting message and query messages. These error reporting messages and query messages are identified by using the type field value. There is a field called type in the header format of ICMP, and based on the value in the type field we can identify which type of message it is. And if it is error reporting message, then one type of error, that also can be identified by using this type value. Okay, so type, if the type is 3, then that means destination unreachable. അതായത് ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ എന്നുള്ള ഒരു ഇറർ അവിടെ വന്നു, ഒരു മെസ്സേജിന് ഒരു ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ടൈപ്പിനെയാണ് 3 എന്നുകൊണ്ട് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് 4. 4 മീൻസ് സോഴ്സ് പോയിന്റ്. എന്താണ് സോഴ്സ് പോയിന്റ് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ജസ്റ്റ് ഐഡന്റിഫൈ, ഒന്ന് മനസ്സിലാക്കി വെക്കുക. 4 ടൈപ്പ് മീൻസ് സോഴ്സ് പോയിന്റ്. If the type is 11, that means time exceeded. കുറെയൊക്കെ നിങ്ങൾക്ക് ടേമിൽ തന്നെ കിട്ടും, അതിന്റെ പേരിൽ നിന്ന് തന്നെ കിട്ടും വാട്ട് ഈസ് ദാറ്റ് മീൻ എന്നുള്ളത്. ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ കിട്ടും, സോഴ്സ് പോയിന്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ടൈം എക്സീഡഡ് എന്താണെന്ന് കിട്ടും.
12 ആണെങ്കിൽ പാരാമീറ്റർ പ്രോബ്ലം, അതും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 5 ആണെങ്കിൽ റീഡയറക്ഷൻ. So these are the different types of error reporting messages, and that types include 3, 4, 11, 12 and 5. 3 means destination unreachable. 4 means source quench. 11 means time exceeded. 12 means parameter problem. 5 means redirection. Okay. These are the error reporting messages. Now the query messages. Query message ഒന്നുകിൽ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ്, ആ റിക്വസ്റ്റിന് കൊടുക്കുന്ന റിപ്ലൈ, ഇതൊക്കെയാണ് നമ്മൾ ക്വറി മെസ്സേജ് അല്ലെങ്കിൽ എൻക്വയറി മെസ്സേജ് എന്ന് പറയാം. എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കും, ആ റിക്വസ്റ്റ് കൊടുത്തതിന് കറസ്പോണ്ടിങ് ആയിട്ട് റിപ്ലൈ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊടുക്കും. അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന മെസ്സേജിനെയാണ് ക്വറി മെസ്സേജ് എന്ന് പറയാം. ഓക്കെ, സോ ദ ക്വറി മെസ്സേജ് ടൈപ്സ് 8 or 0 മീൻസ് എക്കോ റിക്വസ്റ്റ് ഓർ എക്കോ റിപ്ലൈ. എക്കോ എന്തിനാ യൂസ് ചെയ്യുന്നത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഒരു എക്കോ റിക്വസ്റ്റിന് 8ഉം 0 എന്ന് പറയുന്നത് എക്കോ റിപ്ലൈയുമാണ്. 13 or 14. 13 means timestamp request and 14 means timestamp reply corresponding to the request. 17 or 18. Address mask request and address mask reply. 10 or 9. Router solicitation request or advertisement. ഇതൊക്കെയാണ് different query messages. Okay, once again, error reporting message means to report an error, and query messages means for some enquiry purpose. Okay, enquiry ചെയ്യുവാനും ആ കൊടുത്ത എൻക്വയറിക്കുള്ള ഒരു റിപ്ലൈ കൊടുക്കാനും ഒക്കെയുള്ള മെസ്സേജിനെയാണ് query message എന്ന് പറയുക. And these can be identified by using the values present in the type field. And the error reporting message include destination unreachable with type 3, source quench with type 4, time exceeded with type 11, parameter problem with type 12, redirection with type 5. Query message include echo request type 8, echo reply type 0, timestamp request type 13, timestamp reply type 14, address mask request type 17, its reply 18, router solicitation for type 10, and advertisement type 9. Okay, so these are the different types of ICMP messages. First one, destination unreachable. പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ. ഒരു സബ്നെറ്റ് അല്ലെങ്കിൽ റൂട്ടർ കനോട്ട് ലൊക്കേറ്റ് ദ ഡെസ്റ്റിനേഷൻ. റൂട്ടറിന് ഒരു പാക്കറ്റ്, ഒരു മെസ്സേജ് കിട്ടി. ഓക്കെ, അതിൻ്റെ അകത്ത് ഒരു ഡെസ്റ്റിനേഷൻ അഡ്രസ് ഉണ്ട്. ബട്ട് ആ റൂട്ടറിന് എത്ര നോക്കിയിട്ടും അതിൻ്റെ റൂട്ടിംഗ് ടേബിളിലൊക്കെ ചെക്ക് ചെയ്തിട്ടും ആ ഡെസ്റ്റിനേഷൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് ഇത് ICMP ഒരു മെസ്സേജ് ഉണ്ടാക്കിയിട്ട് സെൻഡറെ അറിയിക്കും. ആൻഡ് ദാറ്റ് മെസ്സേജ് ഓർ that message type is called destination unreachable. ആ കേസിൽ പാക്കറ്റ് cannot be delivered. സോ ആ സമയത്ത് എന്ത് ചെയ്യണം, ആ സെൻഡർ ഒന്നുകൂടി ആ അഡ്രസ്സ് ചെക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു പാക്കറ്റ് സെൻഡ് ചെയ്യേണ്ടി വരും. ദാറ്റ് കൈൻഡ് ഓഫ് error reporting message with type 3 is called destination unreachable. Okay, so destination unreachable means when a subnet or a router is not able to find the destination. ഓക്കെ, ആ കേസിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന എറർ ടൈപ്പ് 3 വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ മെസ്സേജ് വെച്ചിട്ടാണ്. ആ ICMP മെസ്സേജ് ആണ് ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ ICMP മെസ്സേജ്. ആ കേസിൽ പാക്കറ്റ് ഡെലിവർ ചെയ്യാൻ പറ്റില്ല. സോ സെൻഡർ നീഡ് ടു ചെക്ക് ദ അഡ്രസ് വൺസ് അഗെയിൻ ആൻഡ് റീറൂട്ട് ദാറ്റ് പാക്കറ്റ്. കാരണം ചിലപ്പോൾ ആ റൂട്ടർ വഴി ആയിരിക്കില്ല അത് പോകേണ്ടി വരിക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ മെസ്സേജ്. സെക്കൻഡ് വൺ ഈസ് ടൈം എക്സീഡഡ്. എന്തായാലും ടൈം എക്സീഡഡ്. ഈ ടൈം എക്സീഡഡ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും? ആക്ച്വലി അതൊരു പേര് തന്നെയുണ്ട്, ടൈം എക്സീഡഡ്. ആ ടൈം എക്സീഡഡ് എന്തിന്റെ ബേസിലായിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാവുക? Can anyone tell? Time exceeded. What do you mean by this time exceeded message? Or for what purpose it is used, or by using which value we can identify that the time is exceeded?
നമ്മൾ ഓൾറെഡി ചില പാക്കറ്റിന്റെ ഫോർമാറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്, അതിൻ്റെ അകത്തുള്ള ചില ഫീൽഡുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അതിലുള്ള ഒരു ഫീൽഡിന്റെ ബേസിസിലാണ് വി ക്യാൻ ഐഡന്റിഫൈ ദാറ്റ് ദ ടൈം ഈസ് എക്സീഡഡ്. ഏത് ഫീൽഡായിരിക്കും അത്? ഓർ വാട്ട് യു മീൻ വിത്ത് ദിസ് ടൈം എക്സീഡ്? ജസ്റ്റ് നിങ്ങളൊന്ന് നിങ്ങളുടെ ഐഡിയ ഒന്ന് ഷെയർ ചെയ്യൂ. പല പാക്കറ്റ് ഫോർമാറ്റുകളും നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ അകത്തുള്ള ഒരു ഫീൽഡ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ട്. ആ ഫീൽഡിന്റെ ബേസിസിലാണ് വി ക്യാൻ ഐഡന്റിഫൈ ദാറ്റ് ദ ടൈം ഈസ് ഓൾറെഡി എക്സീഡഡ് ഫോർ എ പാക്കറ്റ്. ഓക്കെ, പേര് തന്നെ അതിന്റെ മീനിങ് ടൈം എക്സീഡഡ്. പാക്കറ്റ് അതിന്റെ ഡെസ്റ്റിനേഷനിലോട്ട് റീച്ച് ചെയ്യാനുള്ള ടൈം എക്സീഡ് ചെയ്യപ്പെട്ടു, കഴിഞ്ഞു. സോ ഹൗ ക്യാൻ വി ഐഡന്റിഫൈ ദാറ്റ്? ഏത് ഫീൽഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാവുക? ടൈം എക്സീഡഡ്. ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്യൂ. നിങ്ങൾ പഠിച്ചിട്ടുള്ള പാക്കറ്റിൻ്റെ അകത്തുള്ള ഒരു ഫീൽഡ്, ആ ഫീൽഡിൽ തന്നെ ഒന്നിൽ കൂടുതൽ രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, ഒന്നിൽ കൂടുതൽ ടേമുകളുണ്ട്. ഏത് ഫീൽഡാണ് ടൈം എക്സീഡിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവുക? എനിവൺ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? We have a message or error report message with type 11 called time exceeded, and this message is used to inform the sender that the time is already exceeded for that message to reach the destination. So that message is not able to reach the destination, so you need to send the packet once again, then only it will reach the destination through the proper route. Okay, that we have to inform. സോ ആ ഒരു ടൈം എക്സീഡ് ആയി എന്ന് ഇൻഫോം ചെയ്യുന്ന മെസ്സേജ് ആണ് ടൈപ്പ് 11 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ടൈം എക്സീഡ് ആയി എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഏത് ഫീൽഡ് നോക്കിയിട്ടാണ് മനസ്സിലാക്കുക? ആ ഫീൽഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ടൈം എക്സീഡഡ്. ഇങ്ങനെ ഒരു ഫീൽഡ് നമ്മൾ പഠിച്ചു ഓർമ്മയുണ്ടോ? TTL. എന്താ അതിന്റെ ഫുൾ ഫോം? TTL. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വേറൊരു പേരും കൂടി പറയാറുണ്ട്. വാട്ട് യു മീൻ ബൈ TTL? Yes, time to live, exactly. So time to live field can be expressed in another term also. Which term? ടൈം ടു ലിവിന്റെ മറ്റൊരു പേര്, അല്ലെങ്കിൽ സെയിം മീനിങ് ഉള്ള ഒരു ടേം ചില പാക്കറ്റിൻ്റെ അകത്ത് ഇൻസ്റ്റെഡ് ഓഫ് TTL ആ ഫീൽഡ് ആയിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ മുന്നേ പഠിച്ച കാര്യങ്ങളാണ്. ഏജ് ഫീൽഡ്, ടൈം ടു ലീവ് ഓർ ഏജ് ഫീൽഡ്. എന്തിനാണ് ഈ ടൈം ടു ലീവ് ഓർ ഏജ് ഫീൽഡ് യൂസ് ചെയ്യുന്നത്? ഒരു പാക്കറ്റിന് നെറ്റ്വർക്കിൽ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഡെസ്റ്റിനേഷനിൽ എത്തണമെന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ കാരണം എസ്പെഷ്യലി ഫ്ലഡിങ് കേസിലൊക്കെ ആണെങ്കിൽ ഹോപ്പ് കൗണ്ടർ ഒക്കെ വെച്ചിട്ടുണ്ടാവും. ആ ടേം ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇത്ര ടൈമിനുള്ളിൽ അവിടെ എത്തണം, അല്ലെങ്കിൽ ഇത്ര ഹോപ്പിൻ്റെ ഉള്ളിൽ അവിടെ എത്തണം. ഇല്ലെങ്കിൽ ബാക്കിയുള്ള പാക്കറ്റുകൾ വെറുതെ നെറ്റ്വർക്കിൽ ഒരു ട്രാഫിക് ഉണ്ടാക്കുകയാണ് ചെയ്യുക. സോ ആഫ്റ്റർ ദാറ്റ് ഏജ് ഫീൽഡ് ഓർ ആഫ്റ്റർ ദാറ്റ് ടൈം ടു ലീവ് ഫീൽഡ് ഓർ ആഫ്റ്റർ ദാറ്റ് ഹോപ്പ് കൗണ്ട് ഫീൽഡ് ആ പാക്കറ്റിനെ ഡിസ്കാർഡ് ചെയ്യണം നെറ്റ്വർക്ക് എന്ന് കംപ്ലീറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ ടൈം ടു ലീവ് അല്ലെങ്കിൽ ഏജ് ഫീൽഡ് വെക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു ടൈം ടു ലീവ് ഫീൽഡ് ഉണ്ടായിരുന്നു. ബട്ട് ആ ടൈമിൻ്റെ ഉള്ളിൽ ഈ അയച്ച മെസ്സേജിന് കറക്റ്റായിട്ട് ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. ആ കേസിൽ സെൻഡറെ ഒന്ന് അറിയിക്കണം. അതായത് നിങ്ങൾ അയച്ച മെസ്സേജ് അതിൻ്റെ ഏജ് ഫീൽഡ് കംപ്ലീറ്റ് ആയിട്ട് പോലും ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ പറ്റിയിട്ടില്ല. സോ യു ഹാവ് ടു സെൻഡ് ദാറ്റ് വൺസ് അഗെയിൻ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കണം. കാരണം അതൊരു ഇററാണ്. കാരണം അത് അയച്ച മെസ്സേജ് ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയിട്ടില്ല. That's an error that has to be reported to the sender.
ഓക്കെ, അതിനുവേണ്ടി അയക്കുന്ന മെസ്സേജ് ടൈപ്പാണ് ടൈം എക്സീഡഡ് വിത്ത് ടൈപ്പ് 11. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ടൈം എക്സീഡഡ് എങ്ങനെയാണ് മനസ്സിലാക്കുക? ബൈ ചെക്കിംഗ് ദ ടൈം ടു ലീവ് ഫീൽഡ് ഓർ ദ ഏജ് ഫീൽഡ്. അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ഹോപ്പ് കൗണ്ടർ ഒക്കെ ആണെങ്കിൽ അത് 0 ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാക്കറ്റിനെ എല്ലാ റൂട്ടറും വേണ്ടി ഡിസ്കാർഡ് ചെയ്യാം. സോ ആ സമയത്തിന്റെ ഉള്ളിലും അത് ഡെസ്റ്റിനേഷൻ എത്തിയില്ലെങ്കിൽ ആ മെസ്സേജ് ഡെസ്റ്റിനേഷൻ ഇല്ല. ദാറ്റ്സ് എൻ എറർ that has to be reported to the sender so that the sender will send that packet once again. ഓക്കെ, സോ അതിനു വേണ്ടി റൂട്ട് ചെയ്യുന്ന എറർ റിപ്പോർട്ടിംഗ് മെസ്സേജ് ആണ് ടൈം എക്സീഡഡ് വിത്ത് ടൈപ്പ് 11. ഓക്കെ, നെക്സ്റ്റ് ഈസ് പാരാമീറ്റർ പ്രോബ്ലം. പാരാമീറ്റർ പ്രോബ്ലം മീൻസ് ഈ പാക്കറ്റിന്റെ ഹെഡറിന്റെ അകത്ത് ചിലപ്പോൾ ഒരു ഇല്ലീഗൽ വാല്യൂ ഉണ്ടായിരിക്കാം. അതായത് ഹെഡർ ഫീൽഡിന്റെ അകത്ത് ഒരു ഇല്ലീഗൽ വാല്യൂ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ബിക്കോസ് ഓഫ് എ ബഗ് ഓർ IP ഈ നെറ്റ്വർക്കിലൂടെ പോകുന്ന സമയത്തുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ട് ഹെഡറിന്റെ അകത്ത് ഒരു ഇല്ലീഗൽ വാല്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് ആണ് പാരാമീറ്റർ പ്രോബ്ലം. ആൻഡ് ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ യൂസിങ് ദ ടൈപ്പ് 12. ഓക്കെ, then next is source quench. Source quench is somewhat related to flow control. Source quench is related to flow control. That means ഒരു സെൻഡർ പാക്കറ്റ് അയക്കുകയാണ്, ഹൈ സ്പീഡിലാണ് അയക്കുന്നത്. സോ റിസീവർക്ക് അത്രയും പാക്കറ്റ് ആ സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. സോ അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വിൽ സെൻഡ് എ source quench message back to the sender. So when the sender receives the source quench message, that is expected to slow down its traffic. ഓക്കെ, ഒരു ഫ്ലോ കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ ഒരു സോഴ്സ് quench എന്ന് പറയുന്നത്. വിച്ച് മീൻസ് സെൻഡർ ഹൈ സ്പീഡിൽ ഡാറ്റ സെൻഡ് ചെയ്യുന്നു, റിസീവർക്ക് അത്രയും സ്പീഡിൽ എടുക്കാൻ പറ്റുന്നില്ല. സോ അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വിൽ സെൻഡ് എ സ്പെഷ്യൽ ICMP മെസ്സേജ് വിത്ത് ദി സോഴ്സ് quench type. That is source quench type is 4. ഓക്കെ, സോ ആ ഒരു ഫ്ലോ കൺട്രോളിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ICMP മെസ്സേജ് വിത്ത് ടൈപ്പ് 4 ഇത് സെൻഡ് ചെയ്യും ടു ദ സെൻഡർ. വെൻ ദ സെൻഡർ റിസീവ്സ് ദിസ് ICMP മെസ്സേജ് വിത്ത് ടൈപ്പ് 4, it identifies that okay, the receiver is not able to process that much message at a time, so I have to slow down my data rate. Okay, so അങ്ങനെ സെൻഡർ എന്ത് ചെയ്യും? സെൻഡ് ചെയ്യുന്ന ഡാറ്റയുടെ സ്പീഡ് കുറക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെസ്സേജ് ആണ് source quench. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ടൈപ്പ് ഈസ് 4. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ? നമുക്ക് ഒന്നുകൂടി ബാക്കിയുള്ളൂ ഇതിൻ്റെ അകത്ത് എറർ റിപ്പോർട്ടിംഗ് മെസ്സേജിൻ്റെ അകത്ത് റീഡയറക്ഷൻ. So destination unreachable, source quench, time exceedant, parameter problem. Destination unreachable means the packet is not able to, or the router is not able to find the destination. Source quench means it's a flow control technique. It means the receiver is not able to process the data rate sent by the sender, then it will send a source quench message to the sender. So the sender will slow down the data rate. Time exceeded, age field കഴിഞ്ഞാൽ അത് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ടൈം എക്സീഡഡ്. പാരാമീറ്റർ പ്രോബ്ലം, ഒരു ഇല്ലീഗൽ വാല്യൂ ഹെഡറിൽ ഉണ്ട് എങ്കിൽ അത് ഇൻഫോം ചെയ്യാൻ പാരാമീറ്റർ പ്രോബ്ലം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റീഡയറക്ഷൻ. റീഡയറക്ഷൻ അതും പേരിൽ തന്നെയുണ്ട്. യൂസ് വെൻ എ റൂട്ടർ നോട്ടീസ് ദാറ്റ് ദ പാക്കറ്റ് സീംസ് ടു ബി റൂട്ടഡ് റോങ്. ഒരു പാക്കറ്റ് ആക്ച്വലി ഡെസ്റ്റിനേഷനിലോട്ട് എത്തേണ്ട റൂട്ടിലല്ല പോകുന്നത് എങ്കിൽ അത് ഇൻഫോം ചെയ്യണം. സോ ദാറ്റ് അതിനെ കറക്റ്റ് റൂട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന മെസ്സേജാണ് റീഡയറക്റ്റ് മെസ്സേജ്. ഓക്കെ, റീഡയറക്റ്റ് മെസ്സേജ് ഒന്നുകൂടി, റൂട്ടർ ഡെസ്റ്റിനേഷനോടത്ത് പോകണമെങ്കിൽ പല റൂട്ട് വഴി പോവാം. ഓക്കെ, സോ ഇപ്പോൾ പോകുന്ന റൂട്ടല്ല ആക്ച്വലി പോകേണ്ടത് എങ്കിൽ അത് ഇൻഫോം ചെയ്യണം. എന്നാൽ മാത്രമേ അതിനെ കറക്റ്റ് റൂട്ടിലോട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ICMP പാക്കറ്റാണ് റീഡയറക്റ്റ് വിത്ത് മെസ്സേജ് ടൈപ്പ് 5. Okay, so these are the different error reporting ICMP messages. Okay, error report ചെയ്യാൻ വേണ്ടിയിട്ട് ICMP യൂസ് ചെയ്യുന്ന മെസ്സേജസ്. നെക്സ്റ്റ് വൺ ഈസ് query മെസ്സേജ്. query മെസ്സേജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിക്വസ്റ്റ് ആയിട്ടോ റിപ്ലൈ ആയിട്ടോ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് query മെസ്സേജ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് echo request and echo reply. ഈ എക്കോ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എക്കോ മെസ്സേജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എക്കോ മെസ്സേജ്?
നമ്മൾ എക്കോ മെസ്സേജ് ഒരു റൂട്ടിങ്ങിൻ്റെ അകത്ത് പഠിച്ചിട്ടുണ്ട്. എവിടെയായിരുന്നു പഠിച്ചത്? എക്കോ മെസ്സേജ്. ഏത് റൂട്ടിങ്ങിലാണ് എക്കോ മെസ്സേജ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിനായിട്ടും? പ്ലീസ് റിപ്ലൈ. എക്കോ മെസ്സേജ് നമ്മൾ ഏത് റൂട്ടിങ്ങിലാണ് മെയിനായിട്ടും പഠിച്ചിട്ടുള്ളത്? ആക്ച്വലി എക്കോ മെസ്സേജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അത് ഏത് റൂട്ടിങ്ങിലാണ് മെയിനായിട്ടും? യെസ്, ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിനകത്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് ഒരു റൂട്ടർക്ക് അതിന്റെ നെയ്ബേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അയക്കുന്ന മെസ്സേജാണ് എക്കോ മെസ്സേജ്. അല്ലെങ്കിൽ ഹലോ മെസ്സേജ് അയക്കുന്നു, ഹലോ മെസ്സേജ് അയച്ചിട്ട് അതിലോട്ടുള്ള ഡിസ്റ്റൻസ് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എക്കോ മെസ്സേജ്. ഓക്കെ, റൂട്ടിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ഈ ഇവിടെ നമ്മൾ എക്കോ മെസ്സേജ് യൂസ് ചെയ്യുന്നത് ഒരു ഡെസ്റ്റിനേഷൻ ഇപ്പോഴും അലൈവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിച്ച് മീൻസ് ഒരു റൂട്ടർ, ആ റൂട്ടർ തൊട്ടടുത്തുള്ള റൂട്ടർ അല്ലെങ്കിൽ വേറെയുള്ള ഒരു റൂട്ടർ പ്രസ് ചെയ്ത് പോയതാണോ? ഓക്കെ, സോ ഒരു റൂട്ടർ മറ്റൊരു റൂട്ടർ റീച്ചബിൾ ആണോ, അല്ലെങ്കിൽ ഇപ്പോഴും അത് എലൈവ് ആണോ, അല്ലെങ്കിൽ ആ റൂട്ടർ ഇപ്പോഴും കണക്ഷൻ ഒക്കെ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അയക്കുന്ന ഒരു എൻക്വയറി മെസ്സേജ് ആണ് എക്കോ റിക്വസ്റ്റ് മെസ്സേജ്. ഓക്കെ, സോ ഒരു റൂട്ടർക്ക് മറ്റൊരു റൂട്ടർ ഇപ്പോഴും കണക്ഷൻ ഓക്കെ ആണോ അല്ലെങ്കിൽ എലൈവ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അത് എക്കോ റിക്വസ്റ്റ് ആയിരിക്കും. എക്കോ റിക്വസ്റ്റ് ആ റൂട്ടറിന് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് റൂട്ടർ ഈസ് എക്സ്പെക്ടഡ് ടു സെൻഡ് ബാക്ക് എ റിപ്ലൈ, ദാറ്റ് എക്കോ റിപ്ലൈ. ആ എക്കോ റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ ആ റൂട്ടറിന് മനസ്സിലാവും ഓക്കെ ഇപ്പോൾ ഉള്ള റൂട്ടറിനകത്തുള്ള കണക്ഷൻ ഒക്കെ ഓക്കെയാണ്, ആ റൂട്ടർ ഇപ്പോഴും എലൈവ് ആണ് എന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള ഇൻഫർമേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എക്കോ റിക്വസ്റ്റ് ആൻഡ് എക്കോ റിപ്ലൈ. ഓക്കെ, സോ എക്കോ റിക്വസ്റ്റ് or reply is used to identify whether a given destination is reachable or not, or it's alive or not. ഒരു റൂട്ടർ മറ്റൊരു റൂട്ടറിന് ഒരു എക്കോ റിക്വസ്റ്റ് അയക്കുന്നു, അത് കിട്ടിക്കഴിഞ്ഞാൽ അത് അലൈവ് ആണെങ്കിൽ അപ്പോൾ തന്നെ തിരിച്ചൊരു റിപ്ലൈ അയക്കും. സോ റിപ്ലൈ അയച്ചു കഴിഞ്ഞാൽ ഈ റൂട്ടർക്ക് മനസ്സിലാവും ദാറ്റ് റൂട്ടർ ഈസ് ഓക്കെ ഓർ അലൈവ് ഓർ കണക്ഷൻ ഈസ് റെഡി. ഓക്കെ, so that's about echo request. And next is timestamp request and reply. Timestamp എന്ന് പറഞ്ഞാൽ എന്താ? What do you mean by timestamp? What do you mean by timestamp? Timestamp എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മുന്നേ നമ്മൾ പലപ്പോഴായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇവൻ ചോദിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. Timestamp means what do you mean by timestamp? Timestamp എന്താ? ടൈംസ്റ്റാമ്പിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ടാവുക? ഡേറ്റ് ആൻഡ് ടൈം ആണ് ടൈംസ്റ്റാമ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ഒരു സ്ഥലത്ത് റീച്ച് ചെയ്തില്ല, ഡേറ്റ് ആൻഡ് ടൈം. ടൈംസ്റ്റാമ്പ് നമ്മൾ പല കേസിൽ പറഞ്ഞിട്ടുണ്ട്, റൂട്ടിംഗ് ഫോർ മൊബൈൽ ഹോസ്റ്റിലൊക്കെ ടൈംസ്റ്റാമ്പ് ചെക്ക് ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ടൈംസ്റ്റാമ്പ് റിക്വസ്റ്റ് ഈസ് യൂസ്ഡ് എപ്പോഴാണ് അല്ലെങ്കിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു റൂട്ടർ മറ്റൊരു റൂട്ടറിന് ഒരു മെസ്സേജ് അയക്കുകയാണ്, ഞാൻ അയച്ചൊരു മെസ്സേജ് ഉണ്ട്, ആ മെസ്സേജ് എപ്പോഴാണ് നിങ്ങളുടെ അടുക്ക് എത്തിയിട്ടുള്ളത്, ഏത് ഡേറ്റിൽ ഏത് ടൈമിലാണ് എത്തിയിട്ടുള്ളത്, അതാണ് ടൈം സ്റ്റാമ്പ് റിക്വസ്റ്റ്. സോ ആ ഒരു റൂട്ടർ ആ ചെക്ക് ചെയ്തിട്ട് റൂട്ടിംഗ് ഇൻഫർമേഷൻ റൂട്ടിംഗ് ടേബിൾ ഒക്കെ ചെക്ക് ചെയ്തിട്ട് അത് തിരിച്ചയക്കും. ഓക്കെ, ഇന്ന പാക്കറ്റ് ഇന്ന ടൈമിൽ ഇന്ന ഡേറ്റിലാണ് വന്നിട്ടുള്ളതെന്ന് തിരിച്ചയക്കും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ടൈം റിക്വസ്റ്റ് ആൻഡ് റിപ്ലൈ. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? നെറ്റ്വർക്കിന്റെ പെർഫോമൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നെറ്റ്വർക്ക് കറക്റ്റ് സ്പീഡിലാണോ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്, സ്ലോ ആണോ, ആക്ച്വലി കറക്റ്റ് എത്തേണ്ട സമയത്ത് തന്നെയാണോ പാക്കറ്റിനെ അവിടെ എത്തിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനെക്കാട്ടും ബിലോ അല്ലെങ്കിൽ ഡിലേ ആയിട്ടാണോ എത്തിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള പെർഫോമൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈം സ്റ്റാമ്പ് റിക്വസ്റ്റ് ആൻഡ് റിപ്ലൈ മെസ്സേജസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത് ഒരു റൂട്ടർ മറ്റൊരു റൂട്ടറിന് ഇൻഫോം അല്ലെങ്കിൽ എൻക്വയറി ചെയ്യുന്നതാണ്, ഞാൻ അയച്ച മെസ്സേജ് കറക്റ്റ് ടൈമിലാണോ എത്തിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു ഏത് ടൈമിൽ ഏത് ഡേറ്റിലാണ് അവിടെ എത്തിയത് എന്നുള്ളത്. സോ ആ റൂട്ടർ അതിന് റിപ്ലൈ കൊടുക്കുന്നു, ഇന്ന ടൈമിൽ ഇന്ന ഡേറ്റിലാണ് എത്തിയിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ദ നെറ്റ്വർക്ക് പെർഫോമൻസ്. എങ്ങനെയാണ് നെറ്റ്വർക്ക് പെർഫോമൻസ് മെഷർ ചെയ്യുന്നത്? നെറ്റ്വർക്കിൽ ഉണ്ടായിരിക്കും ഓൾറെഡി ഇന്ന ടൈമിൽ മെസ്സേജ് അയച്ചാൽ ഇത്ര ടൈം കൊണ്ട് അവിടെ എത്തണം.
അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇറ്റ് പെർഫോമൻസ് ഈസ് ഗുഡ്. അങ്ങനെ എത്തുന്നില്ലെങ്കിൽ അവന്റെ നെറ്റ്വർക്കിന്റെ പെർഫോമൻസിന് ഇഷ്യൂ ഉണ്ട്, മേ ബി ബിക്കോസ് ഓഫ് ട്രാഫിക് ഓർ ക്വാളിറ്റി ഓഫ് സർവീസ് കുറഞ്ഞത് കൊണ്ടായിരിക്കാം. ഓക്കെ, സോ അത് മനസ്സിലാക്കിയിട്ട് സോൾവ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ടാക്കണം. സോ ആ ഒരു പെർഫോമൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈം സ്റ്റാമ്പ് റിക്വസ്റ്റ് ആൻഡ് റിപ്ലൈ യൂസ് ചെയ്യുന്നത്. Okay, so these are the different ICMP messages used, and the last one is the 17 or 18 means address mask request and reply. അതായത് address mask എന്താണെന്ന് അറിയാം, സബ്നെറ്റ് മാസ്ക് പോലെയുള്ളത്. സോ അതിനെ റിക്വസ്റ്റ് ചെയ്യാനും അതിന്റെ റിപ്ലൈ ചെയ്യാനും സബ്നെറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനൽ വൺ ഈസ് അഡ്വർടൈസ്മെന്റ്. വാട്ട് യു മീൻ ബൈ അഡ്വർടൈസ്മെന്റ് ഓർ റൂട്ടർ സോളിസിറ്റേഷൻ? നമ്മൾ ഡൈനാമിക് റൂട്ടിങ്ങിന്റെ കേസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓരോ റൂട്ടറും അതിന്റെ ഇൻഫോർമേഷൻസ് ബാക്കിയുള്ള റൂട്ടേഴ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യും, മീൻസ് അഡ്വർടൈസ് ചെയ്യും. ഓക്കെ, ഫോർ ദാറ്റ് പർപ്പസ് വി യൂസ് ദിസ് 10 or 9 type. Okay, so these are the different ICMP messages. Clear? ഒന്ന് റിപ്ലൈ ചെയ്ത് ക്ലിയർ ആണോ ICMP messages? Or at least നിങ്ങൾ ഒന്ന് റിപ്ലൈ ചെയ്യൂ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ മെസ്സേജ്? ഓക്കെ, അത് പേര് തന്നെ ഉണ്ട്. ഡെസ്റ്റിനേഷൻ റീച്ചബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ മെസ്സേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിത്ത് ടൈപ്പ് 3. ടൈപ്പ് 4 സോഴ്സ് ക്വഞ്ച് എന്തിനാ യൂസ് ചെയ്യുന്നത്? വാട്ട് ഇസ് ദ പർപ്പസ്? സോഴ്സ് ക്വഞ്ച് ജസ്റ്റ് റിപ്ലൈ, ആ കീവേഡ് മാത്രം ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി. സോഴ്സ് ക്വഞ്ച്. യെസ്, ഹൈ ഡാറ്റ ഹൈ റേറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഹൈ ഡാറ്റ കുറക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എക്സാക്ട് ടേം പറയുകയാണെങ്കിൽ മേ ബി ഫ്ലോ കൺട്രോൾ എന്ന് പറയാം. ഓക്കെ, കൺസെപ്റ്റ് സെയിം തന്നെയാണ്. അതായത് ഹൈ ഡാറ്റ റേറ്റ് കുറച്ച് സ്ലോ ആക്കാൻ വേണ്ടി തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ കീ പോയിന്റ്. ഓക്കെ, ടൈം എക്സീഡ് എന്ന് പറയുന്നത് ടൈം എക്സീഡ് ആയി എന്ന് പറയാൻ വേണ്ടിയിട്ട്. ആൻഡ് ദാറ്റ് ഫീൽഡ് ഈസ് TTL, ടൈം ടു ലീവ് ഓർ ഏജ് ഫീൽഡ്. പാരാമീറ്റർ പ്രോബ്ലം മീൻസ് ഹെഡർ ഫീൽഡിൻ്റെ അകത്ത് ഒരു ഇല്ലീഗൽ വാല്യൂ ഉണ്ട് എങ്കിൽ അത് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. റീഡയറക്ഷൻ മീൻസ് ഇപ്പോൾ ഉള്ള റൂട്ടർ കറക്റ്റ് റൂട്ടിലല്ല പോകുന്നത്, അല്ലെങ്കിൽ ആ റൂട്ടർ വഴിയല്ല അയക്കേണ്ടത്, റൂട്ട് മാറിയിട്ടുണ്ട് എന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഡയറക്ഷൻ യൂസ് ചെയ്യുന്നത്. ദീസ് ആർ ദ എറർ റിപ്പോർട്ടിംഗ് മെസ്സേജസ്. ക്വറി മെസ്സേജസ്, എക്കോ റിക്വസ്റ്റ്. എക്കോ റിക്വസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കീവേഡ് എന്ന് പറഞ്ഞ മീൻസ് മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞ എക്കോ റിക്വസ്റ്റ് മെസ്സേജിന്റെ പർപ്പസ് എന്താണ്? എന്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഫുൾ സെന്റൻസ് ഒന്നും വേണ്ട, ആ കീവേഡ് മാത്രം മതി. എക്കോ റിക്വസ്റ്റ് പർപ്പസ്. യെസ്, എക്സാക്ട്ലി. ഡെസ്റ്റിനേഷൻ അലൈവ് ഓർ നോട്ട്. ഡെസ്റ്റിനേഷൻ അലൈവ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ എക്സാക്ട് കീവേഡ്. സോ ഈ ഇതൊക്കെ നിങ്ങൾ എക്സാമിനൊക്കെ വരികയാണെങ്കിൽ ആ പോയിന്റ്സ് എന്തായാലും അതിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, വാല്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ആ പോയിന്റ് മാത്രം നോക്കിയിട്ടായിരിക്കും മാർക്ക് നിങ്ങളെ പേപ്പറിൽ വീഴുന്നുണ്ടാവുക. ഓക്കെ, സോ ഡെസ്റ്റിനേഷൻ അലൈവ് ഓർ നോട്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ എക്സാക്ട് പോയിന്റ്. ടൈം സ്റ്റാമ്പ് റിക്വസ്റ്റ് ആൻഡ് റിപ്ലൈ എന്ന് പറയുന്നത് കറക്റ്റ് ടൈം ആണോ അത് റീച്ച് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് റിപ്ലൈ ആണ്. ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പെർഫോമൻസ്. അഡ്രസ് മാസ്ക് എന്ന് പറയുന്നത് സബ്നെറ്റ് മാസ്ക് റിക്വസ്റ്റ് റിപ്ലൈ ചെയ്യുന്നത്. അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് റൂട്ടിങ്ങിൻ്റെ അകത്ത് ഓരോ റൂട്ടറും അതിന്റെ ഇൻഫർമേഷൻ ബാക്കിയുള്ള റൂട്ടേഴ്സുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ആൻഡ് ഫോർ ദാറ്റ് പർപ്പസ് വി യൂസ് ദിസ് 9 or 10. Okay, so that's about ICMP message types. And this is the general ICMP message format. Type field will be there, code field will be there, checksum, rest of the header and data section. This is the ICMP message format. ഇതിൽ ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെക്സം എന്താണെന്ന് അറിയാം, ഇറർ റിപ്പോർട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഈ മെസ്സേജിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ഇറേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെക്സം ഫീൽഡ്. Then data section. Here there is another field called code. Code field is there. Code field എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ, ഫോർ എക്സാമ്പിൾ ടൈപ്പിന്റെ സബ് ടൈപ്പ് ആണ് ഈ കോഡ്. ഫോർ എക്സാമ്പിൾ ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ. ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ ആവാൻ വേണ്ടിയിട്ട് പല റീസൺസ് ഉണ്ടാവും. ആ റീസൺ എന്താണെന്ന് പറയുന്നതാണ് കോഡ് ഫീൽഡ്. ഓക്കെ, സോ ICMP മെസ്സേജ് ഹെഡർ format contain type field, code field and checksum field. ടൈപ്പ് ഫീൽഡ് നമ്മൾ മനസ്സിലാക്കി എന്തിനാണ് ടൈപ്പ് ഫീൽഡ്. ആ ടൈപ്പിന്റെ സബ് ടൈപ്പ് ആണ് ഈ കോഡ് എന്ന് പറയുന്നത്.
ഫോർ എക്സാമ്പിൾ ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ. പല റീസൺ കൊണ്ട് ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ ആവാം. അതിൽ ഏത് റീസൺ ആണ് എന്ന് പറയുന്നതാണ് കോഡ്. ഫോർ എക്സാമ്പിൾ, ഈ കോഡ് 0 മീൻസ് ആ ഒരു ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്കിലോട്ട് ഇപ്പോൾ ഉള്ള റൂട്ടറിൻ്റെ അകത്തുനിന്ന് ഒരു കണക്ഷൻ ഇല്ല. ഓക്കെ. കോഡ് 1 മീൻസ് അഡ്മിനിസ്ട്രേറ്റീവ്ലി പ്രൊഹിബിറ്റഡ്. ആ റൂട്ടറിലോട്ടുള്ള കണക്ഷൻ തൽക്കാലം ഇപ്പം അഡ്മിനിസ്ട്രേറ്റീവ്ലി അല്ലെങ്കിൽ ഫോർ സെക്യൂരിറ്റി പർപ്പസ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ ആയിട്ടുള്ളത്. 2 മീൻസ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് സോഴ്സ് അഡ്രസ്. സോഴ്സ് അഡ്രസ്സിന് റീച്ച് ചെയ്യാൻ പറ്റുന്ന സ്കോപ്പിൽ എബോവ് ആണ് ഈ ഡെസ്റ്റിനേഷൻ അഡ്രസ്. ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പോർട്ട് അൺറീച്ചബിൾ ആയതുകൊണ്ടാവാം, സോഴ്സ് അഡ്രസ്സ് ഫെയിൽ ആയതുകൊണ്ടാവാം, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഇതിനെ റിജക്ട് ചെയ്യുന്നത് കൊണ്ടാവാം. ഇങ്ങനെ പല റീസൺ കാരണം ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ ആവാം. അതിൽ ഏത് റീസൺ ആണ് എന്ന് പറയുന്നതാണ് കോഡ് ഫീൽഡ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കോഡ് ഫീൽഡ് മീൻസ് ടൈപ്പിന്റെ സബ് ടൈപ്പ്. എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എന്ന് പറയുന്നതാണ് കോഡ് ഫീൽഡ്. ഓക്കെ, എസ്പെഷ്യലി ഇറർ റിപ്പോർട്ടിംഗ് മെസ്സേജിന്റെ കേസിലാണ് ഇത് ഉണ്ടാവുക മെയിൻ ആയിട്ട് കോഡ് ഫീൽഡ്. സോ ദിസ് ഈസ് അബൌട്ട് ICMP. അതിൻ്റെ ഒരു എൻക്യാപ്സുലേഷൻ പാർട്ട് കൂടി ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓൾമോസ്റ്റ് ടൈമായി. സോ ഇന്നത്തെ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ICMP, വാട്ട് ഈസ് ICMP മെസ്സേജ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ICMP മെസ്സേജ്, ആ കാറ്റഗറീൻ്റെ അകത്ത് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് മെസ്സേജുകൾ എന്തൊക്കെയാണ്, ആൻഡ് ഫൈനലി ICMPയുടെ മെസ്സേജ് ഫോർമാറ്റ്, അതിൽ വരുന്ന കോഡ് ഫീൽഡ് എന്താണ്. ഓക്കെ, ദീസ് ആർ ദ about ICMP മെസ്സേജ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, സോ അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആകാശ്, അഭിനന്ദ്, ആകാശ്, അഭിനവ്, ആദർശ്, ആദർശ്, അദ്വൈത്, അജ്മൽ, അഖിൽ, അജ്മൽ. പെട്ടെന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് അറ്റൻഡൻസ് തീർക്കാം. അജ്മൽ ആബ്സെന്റ് ആണോ? അജ്മൽ ആബ്സെന്റ്. അനഘ, അഞ്ജലി, അനുഗ്രഹ്, അത്തിൻ, അതുൽ, ദേവിക, ദിൽന, മസ്ന, ജസ്ന, ജസ്ന, കാർത്തിക്, കീർത്തന, സിനാൻ, ഇജാസ്, നഫ, നേഹ, നേഹ, നിതിൻ, പ്രണവ്, പ്രണവസി, റൈസ, റസാന, റസ്വിൻ, റസാന, റസാന ആബ്സെന്റ്, റോഷൻ, സഹല ബി, സഹല എം, റോഷൻ, റോഷൻ ആബ്സെന്റ് ആണ്. സംഗീത്, സാരംഗ്, ഷാരൂൺ. ഓക്കെ ഓക്കെ, റോഷൻ. ശ്രദ്ധ, വിഷ്ണു, വൈഷ്ണവി, വിഷ്ണു, ശ്രീഷ്മ, അഞ്ജിത, ഷിറോണ, അഞ്ജിത. ഓക്കെ ഓക്കെ, ബാക്കി നിങ്ങൾ നോക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.